ഹായ് ടീച്ചേഴ്സ്, ഓൺലൈൻ ക്ലാസ്സുകളുടെ ഫീഡ്ബാക്ക്, ക്ലാസ് ടെസ്റ്റുകളും അസൈൻമെൻറ്റുകളും മൊബൈലിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണാം. മൊബൈലിൽ ഫോംസ് ആപ്പ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തയ്യാറാക്കാമെങ്കിലും ഗൂഗിൾ ഫോം ഓൺലൈൻ സൈറ്റിൽ നിന്ന് തയ്യാറാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മൊബൈലിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്യുക. ഗൂഗിൾ ഫോം എന്ന് സെർച്ച് ചെയ്യുക. വരുന്ന ലിങ്കുകളിൽ രണ്ടാമത്തേത് google.com എബൌട്ട് എന്ന പേരിലുള്ളത്, അതായത് ഗൂഗിൾ ഫോംസ് ഫ്രീ ഓൺലൈൻ സർവീസ് ഫോർ പേഴ്സണൽ യൂസ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ വരുന്ന ഇതിലെ ഗോ ടു ഗൂഗിൾ ഫോംസ് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ ഗൂഗിൾ ഫോമിൻ്റെ ഇൻ്റർഫേസാണ് വന്നിരിക്കുന്നത്. ഇതിന് നമുക്ക് ആവശ്യമായ സെറ്റിങ്സുകളൊക്കെ നൽകാം. മുകളിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ജനറൽ, പ്രസൻറ്റേഷൻ, അതുപോലെ ക്വിസ്, ഇങ്ങനെ 3 ഓപ്ഷൻസ് അവിടെ കാണാൻ കഴിയും. ഇതോരോ വിഭാഗത്തിലും നമുക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ നൽകാം. ആദ്യത്തെ ജനറൽ സെറ്റിങ്സിൽ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യണമെങ്കിൽ ടിക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഒഴിവാക്കിയിടുക. അതുപോലെ തന്നെ ഒന്ന് ലിമിറ്റ് ടു 1 റെസ്പോൺസ് ആണെങ്കിൽ നമുക്ക് ടിക്ക് കൊടുക്കാം. അതുപോലെ റെസ്പോണ്ടൻസിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ടിക്ക് കൊടുക്കാം. അപ്പം നമ്മുടെ ആവശ്യമനുസരിച്ച് അതാ സെറ്റിങ്സ് നൽകുക. അടുത്ത പ്രസൻറ്റേഷനിൽ ഷോ ലിങ്ക് ടു സബ്മിറ്റ് ആനദർ റെസ്പോൺസ് വേണ്ടാന്നെങ്കിൽ ടിക്ക് ഒഴിവാക്കാം. മൂന്നാമത്തെ ക്വിസ് സെലക്ട് ചെയ്ത് മേക്ക് ദ ക്വിസ് എനേബിൾ ചെയ്യുന്നു. അതിന് താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. റിലീസ് ഗ്രേഡ്, അത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഈച്ച് സബ്മിഷൻ ആണെങ്കിൽ നമുക്കത് ചെക്ക് ഇൻ ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ കുട്ടിക്ക് ഗ്രേഡ് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ മാനുവലായിട്ട് മതിയെങ്കിൽ അത് ഏതാണ് ആവശ്യം എന്നനുസരിച്ച് കൊടുക്കുക. പിന്നെ അതിന് താഴെയായിട്ട് റെസ്പോണ്ടൻറ്റ് ക്യാൻ സി മിസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് കാണണമെന്നുണ്ടെങ്കിൽ ചെക്ക് ഇൻ ചെയ്യാം. അതുപോലെ കറക്റ്റ് ആൻസേഴ്സ് കുട്ടിക്ക് അത് കഴിഞ്ഞിട്ട് കാണണമെന്നുണ്ടെങ്കിൽ, അതുപോലെ പോയിൻ്റ്, ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ വാല്യൂ പോയിൻ്റ് കാണണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതൊക്കെ അവിടെ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ചെക്ക് ഇൻ ചെയ്തിരിക്കും. സെറ്റിങ്സ് എല്ലാം നൽകിക്കഴിഞ്ഞ് സേവ് ചെയ്യുന്നു. അടുത്തതായി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആകർഷകമാക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ മതി, മുകളിൽ നിന്ന് തീം ബട്ടൺ സെലക്ട് ചെയ്യാം. തീം ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനൊരു ഹെഡർ, ഒരു ചിത്രം എന്തെങ്കിലും നൽകാം. അതുപോലെ ഈ പേജിന് ഒരു കളറ്, തീം കളറ് കൊടുക്കാം. നമുക്ക് ആവശ്യമായ ഒരു കളറ് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു കളറ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹെഡർ സെലക്ട് ചെയ്തു. ഹെഡർ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ കുറേ തീമുകളുണ്ട്. ഓരോ വിഭാഗത്തിലായിട്ട് കുറേ തീം ഫോട്ടോകളുണ്ട്. ആ ഇമേജ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ഫോട്ടോ എടുത്തോ നമുക്ക് ചെയ്യാം. ഇവിടെ തീമിലുള്ള തന്നെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. അവിടെ ആ ഇമേജിൻ്റെ ഫയൽ നെയിം അവിടെ വന്നിട്ടുണ്ട്. ഇനി അവിടുന്ന് അപ്ലൈ കൊടുക്കുന്നു. അപ്ലൈ കൊടുത്തു. ആ കൊടുത്ത ഇമേജ് തന്നെ ഇവിടെ ആ ഹെഡറായിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് ഈ ഫോമിനൊരു ടൈറ്റിൽ കൊടുക്കാം. അൺടൈറ്റിൽഡ് ഫോം എന്നാണ് കിടക്കുന്നത്. മുകളിൽ നിന്ന് ആ അൺടൈറ്റിൽഡ് ഫോം സെലക്ട് ചെയ്തിട്ട് അവിടെ നമുക്ക് എന്ത് പേരാണോ കൊടുക്കേണ്ടത് ആ ഒരു പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ ടെസ്റ്റ് 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അതിന്
പേരായി. അതുപോലെ തന്നെ താഴെ അൺടൈറ്റിൽഡ് ഫോം പേര് കൊടുക്കാം. അവിടെ ഞാൻ ടെസ്റ്റ് 1 എന്ന് തന്നെ ഞാൻ കൊടുക്കുന്നു. ഇത് താഴെ ഫോം ഡിസ്ക്രിപ്ഷനാണ്. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം മാറ്റാനുണ്ട്. ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്, അത് കൊടുത്തെങ്കിലേ അത് പോകത്തുള്ളൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതൊന്ന് മുകളിൽ നിന്ന് ആ 3 ഡോട്ട്സ് എടുത്ത് സെറ്റിങ്സ് എടുത്ത് ജനറലിൽ ഇതാ കിടക്കുന്നു കളക്റ്റ് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളതിൻ്റെ ചെക്കിൻ കിടക്കുവാണ്. ആ ടിക്ക് ഒഴിവാക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും സേവ് കൊടുക്കുന്നു. അപ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ ആ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്യാനുള്ളത് പോയി. ഇനി ആ ടെസ്റ്റ് 1ൻ്റെ താഴെ ഫോം ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്താണോ വേണ്ടത്, ഇത് ടെസ്റ്റാണോ എന്താണെന്ന് വെച്ചാൽ അതവിടെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്രയുമാണ് നമുക്ക് സെറ്റിങ്സിൽ ചെയ്യേണ്ടത്. അടുത്തതിന് നമുക്ക് ആവശ്യമായ ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കുന്നതാണ്. അത് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണെന്ന് കാണാം.